അന്തസ്സുള്ളതാണ് ഷൈനി, അവളെപ്പോൾ നീ എന്തുകൊണ്ട് മരിക്കുന്നില്ല, നാണം കെട്ടിട്ട് എൻ്റെ മകളുടെ വീട്ടിൽ നിൽക്കുവല്ലേ എന്ന് പറഞ്ഞാൽ മദർലോ എപ്പോഴും നമ്മളെ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയ വീടും എല്ലാം ഇത് പെങ്ങൾക്കും കൊടുത്തിട്ട് എന്നെ മക്കളെ പെരുവഴിയിലാക്കുകയും ചോദിക്കുക ഞാനൊരു ബാധ്യതയായി മാറിയ പോലെ എൻ്റെ കുടുംബ പ്രശ്നം ഏറ്റെടുക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇവർ കൊല്ലും. അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മൂത്ത മോളെ ഉപദ്രവിക്കുമായിരുന്നു. എനിക്ക് ആ ഒരിതുണ്ട് എൻ്റെ മനസ്സിൽ. എനിക്ക് ഷൈനിയെ പോലെ മരിക്കാനൊന്നും ഞാൻ ചെയ്യില്ലത്. നമുക്കത് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം വരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോയതാണ് ജോമോന. ഒരമ്മമാരും പറയില്ലാത്ത കാര്യങ്ങളാണ് അമ്മ പറയുന്നത്. അതും എന്നെയെല്ലാം അവരുടെ കൊച്ചുമക്കളെ പോലും. ഏറ്റുമാനൂരിൽ 2 പെൺമക്കളുമായി ട്രെയിനിന് മുൻപിൽ ചാടി ജീവനൊടുക്കിയ ഷൈനിയെ പോലെ സമാനമായ ജീവിതം ഏറ്റുമാനൂരിൽ തന്നെ ഒരു വീട്ടമ്മയ്ക്കും 2 പെൺമക്കൾക്കും നേരിട്ടു എന്നൊരു വാർത്ത നമ്മൾ പുറത്തുവിട്ടതാണ്. ഇവർ പറയുന്നത് നിരന്തരമായി ഭർത്താവും മാതാവും ഒക്കെ ചേർന്ന് തന്നെ ആത്മഹത്യ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുകയാണ്. ക്രൂരമായ മർദ്ദനമാണ് ഈ കാലയളവിൽ തനിക്ക് ഏൽക്കേണ്ടി വന്നത്. മകളെ പോലും മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ഷൈനിയെ പോലെ തന്നെ പോയി മരിക്കുക എന്നാണ് ഈ വീട്ടുകാർ ഇവരോട് പറയുന്നത്. അത്തരത്തിൽ ജീവിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ലാതാക്കിയിരിക്കുകയാണ്. വിദേശത്തുണ്ടായിരുന്ന ജോലി നഷ്ടമായിരിക്കുന്നു. മക്കളെ ഇട്ടിട്ട് വിദേശത്തേക്ക് പോകാൻ കഴിയില്ല. തൻ്റെ സമ്പാദ്യം കൊണ്ട് ഉണ്ടാക്കിയ പണം ഉപയോഗിച്ച് ഭർത്താവിൻ്റെ വീട് നിർമ്മിച്ചെങ്കിലും ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് കഴിയുന്നതെന്ന് ഏറ്റുമാനൂർ സ്വദേശിനിയായ ഒരു വീട്ടമ്മ ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ഇത്തരത്തിൽ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു ഭയത്തോടെയാണ് ഇപ്പോൾ മറുനാടിന് മുൻപിൽ ഈ വീട്ടമ്മ എത്തിയിരിക്കുന്നത്. ഏറ്റുമാനൂർ സ്വദേശിനിയായ വീട്ടമ്മയോട് ഷൈനിയെ പോലെ മരിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ മരിക്കാൻ തയ്യാറായില്ല. നിയമ പോരാട്ടം നടത്തി സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോഴും അവർ ഒരു മുറി വീട്ടിൽ ജീവിക്കുകയാണ്. ആ നിസ്സഹായ അവസ്ഥയിൽ ജീവിക്കുന്ന ആ കുടുംബത്തിൻ്റെ വാക്കുകൾ, ആ വീട്ടമ്മയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്ന കാരണം ഓൾറെഡി എൻ്റെ ജോലി ഇവർ നശിപ്പിച്ചു. 1.25 ലക്ഷം രൂപ ജോലി വരുമാന മാർഗമില്ല. രണ്ടാമത് ഞാൻ ജോമോന് വീതമായിട്ട് കൊടുത്ത ആ സ്ഥലം എല്ലാം മക്കൾക്ക് പോലും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയ വീടും എല്ലാം ഇത് പെങ്ങൾക്കും കൊടുത്തിട്ട് എന്നെ മക്കളെ പെരുവഴിയിലാക്കുകയും പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഷൈനി എന്ന് പറയുന്ന ആ കുട്ടി 2 മക്കളും മരിച്ചതുകൊണ്ട് എന്നോട് പണ്ടേ പറയുന്നുണ്ട്. ഇപ്പം അതൊരു സ്ട്രെസ് ചെയ്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ അന്തസ്സുള്ളതാണ് ഷൈനി, അവളെപ്പോൾ നീ എന്തുകൊണ്ട് മരിക്കുന്നില്ല, നാണം കെട്ടിട്ട് എൻ്റെ മകളുടെ വീട്ടിൽ നിൽക്കുവല്ലേ എന്ന് പറഞ്ഞാൽ മദർലോ എപ്പോഴും നമ്മളെ അങ്ങനെയാണ് പറയുന്നത്. മരിക്കാൻ മടിയുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ മക്കളെ കണ്ടിട്ട് പോലുമില്ല, വളർത്തിയിട്ട് പോലുമില്ല. അവർ വളർന്നു അവരൊരു നിലയിലെത്തുന്നതാണ്. 2 പെൺകുട്ടികൾ അവരെ വളർത്തി ഒരു നിലയിലെത്തിക്കുന്നതാണ് എൻ്റെ എയിം. ഒരു നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിച്ച് വന്ന ഒരാളാണ് ഞാൻ. അതും നിഷേധിച്ചു അവർ അമ്മ. ഇനി എൻ്റെ മക്കളെ വളർത്തുവാനും ഈ പിള്ളേർ ഒരു ട്രോമ സ്റ്റേജിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അവരെ നേരെ തിരിച്ചെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ അംബീഷനും അതാണ്. അതിനുവേണ്ടി ഞാൻ എന്തോ തരണം ചെയ്യാനും തയ്യാറാണ്. എനിക്കിപ്പോൾ സാമ്പത്തികമില്ല, ജോലി നല്ലൊരു ജോലിയിൽ നിന്നാണ്. ജോലിയില്ല എന്നാൽ പിന്നെ ഓസ്ട്രേലിയയിൽ പോയി സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് പിന്നെ ജോലിക്ക് നോക്കാൻ നോക്കി. അതും ഈ പെങ്ങന്മാർ, ഇളയ പെങ്ങൾ ദീപ ജോണ് മെയിൽ അയച്ച് അതും നശിപ്പിച്ചു. എല്ലാ വിധത്തിലും അവർ ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ട് നമ്മളെ ഇറക്കി വിടാനാണ്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമ്മുടെ കേസ് എടുക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ ടൈം ഓഫ് പീരീഡ് ആണ് ജോമോന് കൊടുക്കുന്നത്. ആദ്യ സമയത്ത് SHO നമ്മുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ SHOയ്ക്ക് ഞാനൊരു ബാധ്യതയായി മാറിയ പോലെ എൻ്റെ കുടുംബ പ്രശ്നം ഏറ്റെടുക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇപ്പം ഈ റീസണിലുള്ള കേസ് പോലും എടുക്കുന്നത് നമ്മുടെ മന്ത്രി വാസവൻ മന്ത്രിയുടെ ഒരു ലെറ്റർ പോയതിന് ശേഷമാണ് ജോമോനെ റിമാൻഡ് ചെയ്യുന്നതും. അതുവരെ ഞാൻ 15, 16, 17 തീയതി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, കാരണം എനിക്ക് ഭയമാണ്. എൻ്റെ മോളുമായിട്ട് ഒരു റൂമിലാണ്. ആ റൂമിൽ ജീവന് എനിക്ക് ഭയമാണ്. മരിക്കാൻ ഇവർ കൊല്ലുന്നത് ഈ ഇളയ പെങ്ങൾ ദീപ ജോണാണ് ഏറ്റവും കൂടുതൽ ജോമോനെ പ്രഷർ ചെയ്യുന്നത്. അമ്മയും പ്രഷർ ചെയ്യുന്നത്. എന്ന് ദീപയുടെ ഫോൺ വരുന്നോ അന്ന് എൻ്റെ വീട്ടിൽ വഴക്കാണ്. എനിക്കറിയില്ല എന്താ പ്രശ്നമെന്ന്. SHO എന്താ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്നും എനിക്കറിയില്ല. ഞാൻ വന്നിട്ട് 9 മാസമായുള്ളൂ. ഞാൻ ഉണ്ടാക്കിയ പൈസയ്ക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, മക്കൾക്കും എൻ്റെ കെട്ടിയവനും വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ മദർലോയോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഞങ്ങളുടെ
കുടുംബമായിരുന്നു. ആ കുടുംബമാണ് ചെതറിപ്പോയതും നശിക്കപ്പെട്ടതും. അത് അതായത് ഇവർ മിക്കപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എൻ്റെ വീട്ടിൽ പറഞ്ഞു വിടും, പിന്നെയും വരും, അങ്ങനെയൊക്കെയാണ്. അത് കൂടുതൽ സമയം ഇവർ നോക്കിയെന്ന് പറഞ്ഞാലും എനിക്കെന്ന് പൈസ ആയോ, ഞാൻ എന്ന് പുറത്ത് ജോലിക്ക് പോയോ അന്ന് തൊട്ടാണ് ജോമോനോട്. അന്ന് വല്യമ്മച്ചി ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയെ മദറിലോ നല്ലപോലെ ഉപദ്രവിക്കുമായിരുന്നു. റിമോട്ട് താഴിയിട്ടാലോ അല്ലെങ്കിൽ അമ്മ നല്ലപോലെ ഞുള്ളിപ്പറിക്കും അടിക്കുകയൊക്കെ ചെയ്യും. മൂത്തവളെ ജോമോനാണ് കൂടുതലും അമ്മയ്ക്ക് വേണ്ടി. അമ്മ എന്തെങ്കിലും പറയും, അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മൂത്ത മോളെ ഉപദ്രവിക്കുമായിരുന്നു. തലയൊക്കെ ഭിത്തിക്കൊണ്ട് ഇടിക്കുക. ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് നിങ്ങൾ പുറത്ത് ജോലിക്ക് പോയി, അതിനുശേഷം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് തരണം ചെയ്ത് ജീവിക്കാൻ കഴിയും? തരണം ചെയ്തു എന്ന് വെച്ചാൽ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. കുടുംബം എന്നുള്ളത് അതിൻ്റെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. എൻ്റെ മക്കളെ വളർത്തി നല്ല നില. അത് മൂത്ത പെങ്ങളും പറയുന്നുണ്ട് ആൾക്കാരോട്, എടാ നീ അവരെ ഒന്നും നോക്കണ്ടടാ, അവൾ വളർത്തിക്കോളും. മദറിലോ ജോമോൻ അർമേനിക്ക് പോയപ്പം ജോമോനോട് പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടതാണ്, എടാ നിന്റെ ചെലവിൽ ജീവിക്കാനാണ് അവൾ വന്നേക്കുന്നത്, നീ അവൾക്ക് പൈസയൊന്നും അയച്ചു കൊടുക്കല്ലടാ എന്നൊക്കെ. എനിക്ക് ആ ഒരിതുണ്ട് എൻ്റെ മനസ്സിൽ. എനിക്ക് ഷൈനിയെ പോലെ മരിക്കാനൊന്നും ഞാൻ ചെയ്യില്ലത്. ഇനി അബദ്ധവശാൽ ചെയ്യേണ്ടി വന്നാൽ അത് ഇവരുടെയൊക്കെ പ്രഷർ കൊണ്ടാണ്. ജോമോൻ്റെ പെങ്ങന്മാരുടെയും പെങ്ങൾ മോസ്റ്റ്ലി ദീപ ജോണ്. പിന്നെ കാരണം എനിക്ക് ഏറ്റവും സഹിക്കാൻ വയ്യാത്തത്, ഞാൻ ഇവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഓസ്ട്രേലിയയിൽ പോയി സ്റ്റുഡൻറ്റ് വിസയിൽ നിന്നപ്പം ദീപ ജോൺ അയച്ച ആ മെയിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. അവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ വേണ്ട, മാറ്റുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരാളെ നശിപ്പിക്കുക എന്ന് നോക്കരുത്. അതൊക്കെ ഞാൻ എന്തായാലും മരിക്കാൻ തയ്യാറല്ല. അനുഭവിച്ച അതേ പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. എനിക്ക് ജോലി ഭർത്താവ് നിങ്ങൾ അമിതമായിട്ട് ഉപദ്രവിക്കുമായിരുന്നല്ലേ? അപ്പോൾ ജോമോൻ ഉപദ്രവിക്കുന്ന അമ്മയുടെ വാക്ക് കേട്ടാണ്. അമ്മയെ കുടിക്കുന്ന ഒരാൾ കയറി വരുമ്പോഴത്തേക്ക് അമ്മ എന്നെപ്പറ്റി പറയുന്നു. ഉടനെ പുള്ളിക്കാരൻ, ഞാൻ ഡോറ് തുറന്ന് അന്ന് അടിയാ ആള്, ചുമ്മാ അടിക്കും. പണ്ട് കല്യാണം കഴിഞ്ഞ ആ ശേഷ കാലയളവില്ല, അപ്പം വീണൊരു മക്കളുണ്ടായ കാലശേഷം ഈ ഉപദ്രവിക്കാൻ ഞാൻ അമ്മയോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. ലാലി വരുമ്പോഴാണല്ലോ ജോമോനെ അടിക്കുന്നത്, എന്തിനാ ലാലിയെ കാണുമ്പോൾ എന്നെ അടിക്കുന്നതെന്ന്. മദർലോയും വന്നിട്ട് തെറി വിളിക്കും, ചീത്ത അശ്ലീലം വിളിക്കും. 2023 ഇവർ മെൻ്റലി നല്ല ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് ജോമോൻ മെൻ്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട്. നമുക്ക് താങ്ങാൻ വയ്യുന്നതിൻ്റെ അപ്പുറം എൻ്റെ അപ്പനെയും എൻ്റെ അമ്മയും എല്ലാം ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ആങ്ങളെ അവരൊക്കെ ഒരു സ്കെയിലിലാണ് ജീവിക്കുന്നത്, ഒരു റൊട്ടീനാണ്. ആ റൊട്ടീൻ തകർത്ത് അവരുടെ മൈൻഡിനെ തകർത്ത് ഈ ജോമോൻ വോയിസ് മെസ്സേജ് ഇടുകയൊക്കെ ചെയ്ത് നമുക്കത് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം വരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോയതാണ് ജോമോന്. എനിക്ക് എൻ്റെ മക്കളെ, ഞാൻ പോയ പിന്നെ എൻ്റെ മക്കൾക്ക് ആരാ ഉള്ളത്? ഇപ്പം ഇല്ല, ഇപ്പോൾ എനിക്കില്ല. ഇപ്പോൾ എനിക്ക് ജീവിക്കണമെന്ന് ഉണ്ടായി. 2023 ഭയങ്കരമായിട്ട് ഈ പെങ്ങന്മാരെല്ലാം വളരെ മോശമായിട്ട് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും. എൻ്റെ കൂട്ടുകാരിയാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. ഒന്നല്ല 2 പേരുണ്ട്. അവളും UK അവൾ എനിക്ക് മെൻ്റലി സപ്പോർട്ട് തരും. നമുക്കൊരു സൈക്കോളജിക്കലായിട്ട് അവൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇവളെന്ന് പറഞ്ഞാൽ, നീ ഇത്ര ആയില്ലേ, നീ പോയാൽ പിന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ആരാ ഉള്ളത്? നീ ഉണ്ടായിട്ട് തന്നെ കുഞ്ഞുങ്ങൾ അനാഥയെ പോലെയാണ് ജീവിക്കുന്നത്. അപ്പം നീ പോയ ആ കുഞ്ഞുങ്ങൾ അനാഥത്വം കൂടുതലാവും. അതുകൊണ്ട് നീ ഒരിക്കലും അങ്ങനത്തെ കടുങ്കൈ ചെയ്യില്ലെന്ന് പറഞ്ഞ് ആണ് നിന്നുകൊണ്ടിരുന്നത്. അതായത് ഞാൻ വന്ന അന്ന് മുതൽ നിയമത്തിൻ്റെ സഹായത്തിലേക്ക് തന്നെയാണ് ഞാൻ പോയത്. നിയമസഹായത്തിലേക്കും നിയമത്തിൻ്റെ വഴി അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊരു നെയ്ബേഴ്സിനോട് പോലും ഒരു കാര്യങ്ങൾ പറയില്ലായിരുന്നു. അപ്പോൾ ഇപ്പം മീഡിയയിലേക്ക് പോലും ഞാൻ വരാൻ കാരണം, കഴിഞ്ഞ ദിവസം ജോമോനെ റിമാൻഡ് ചെയ്ത ദിവസം നമ്മുടെ ഏറ്റുമാനൂർ SHO പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ജോമോൻ്റെ ഇൻഫ്രണ്ട് നിന്ന് എന്നോട് പറഞ്ഞു, ജോമോനെ റിമാൻഡ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന എന്ത് ബുദ്ധിമുട്ടും അത് തന്നെ സഹിച്ചോണം. ഈ ഏറ്റുമാനൂർ പോലീസിനോ എനിക്കോ ഇതിനകത്ത് ബന്ധമില്ല. ഇതിൽ വന്നാൽ എന്തെങ്കിലും വന്നാൽ ഞങ്ങളെ വിളിക്കുകയും ചെയ്യില്ലെന്ന്. അപ്പോൾ എനിക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല.
കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നല്ല ഉറപ്പാണ്. കാരണം എൻ്റെ മദറിലോടെ രീതികളും പെങ്ങന്മാരുടെ രീതികളും എനിക്ക് നന്നായിട്ട് അറിയാം. അവരെ എന്നെ ഈ 2 വർഷം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം. ഭയന്ന് തന്നെയാണ് കഴിയുന്നത്. എനിക്ക് ഏറ്റവും സങ്കടം നമ്മൾ ഉണ്ടാക്കിയതും ജോമോൻ്റെയും ആ കുഞ്ഞുങ്ങൾക്ക് പോലും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവർ ആക്കി തീർത്തിട്ട് എന്നെയും മക്കളെയും ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയി ഈ ഷൈനിയെ പോലെ മരിക്കുന്നൊക്കെ പറയുമ്പം അവർക്ക് ആ കുഞ്ഞുങ്ങളോട് ഉള്ള ആ ഒരിത് പോലും ഞാനൊന്നും കാണുന്നില്ല. അപ്പൻ്റെ അമ്മയ്ക്കും. അതായത് 20 സെന്റ് വസ്തുവും ഒരു വീടുമുണ്ട്. വീട് റിനോവേറ്റ് ചെയ്തതാണ്. അതെ, അതാണ് ഇപ്പോൾ നിങ്ങളുടെ പൈസ മുടക്കിയാണ് അത് റിനോവേറ്റ് ചെയ്തത്. അത് ജോമോന്റെ പേരില്ല? അല്ല, ജോമോന് അവർ ടോട്ടൽ 25 സെന്റ് സ്ഥലമാണ്. അതിനകത്ത് 5 സെന്റ് സ്ഥലം അമ്മയ്ക്ക് കൊടുക്കുകയും ബാക്കി 20 സെന്റ് സ്ഥലം ജോമോന് വീതമായിട്ട് കൊടുപ്പിച്ച് എന്നെ കൊണ്ട് റിനോവേറ്റ് ചെയ്തതാണ്. ആ സമയങ്ങളിലൊന്നും ഇവർ പറയുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ജോമോൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനുള്ളതാണ്. അങ്ങനെയാണ് ഏതെങ്കിലും പെണ്ണുങ്ങൾ അത് ചെയ്യുമോ? ഇപ്പം അവർ പറയുന്നത് ഇത് ലോൺ എടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ. ഞാൻ മന്ദബുദ്ധി അല്ലെന്നാണ് എൻ്റെ ഒരു ധാരണ. എന്നോട് പറയുന്നത് ഇത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജോമോൻ ഇത് എഴുതി കൊടുത്തതെന്ന്. അത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു സ്ഥലം മേടിച്ച് വീട് വെച്ചാൽ പോരെ? എൻ്റെ കുഞ്ഞുങ്ങളെ അനാഥത്വത്തിലേക്ക് ആക്കണോ? ഒന്നുമില്ലായ്മയിലേക്ക്. അമ്മയ്ക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കണമെന്ന് ആവശ്യമുണ്ടോ? എനിക്ക് അമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്നല്ല, അമ്മ നല്ലപോലെ മെൻ്റലി നമ്മളെ, അതായത് ഒരമ്മമാരും പറയില്ലാത്ത കാര്യങ്ങളാണ് അമ്മ പറയുന്നത്. അതും എന്നെയെല്ലാം അവരുടെ കൊച്ചുമക്കളെ പോലും അവർക്കറിയാം. കൊച്ചുമക്കളെ പറഞ്ഞാൽ എനിക്ക് നോവൂന്ന്. അതും എനിക്ക് പുറത്ത് പറയാൻ വയ്യാത്ത വാക്കുകളൊക്കെയാണ്. മൂത്ത മോള് പോളണ്ടിന് പോയപ്പോഴാണെങ്കിലും അമ്മയും മോനും കൂടെ പറഞ്ഞത് വേറൊരു രീതിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന പൈസയിലാണ് ഞാൻ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ കൂലിപ്പണി എടുത്താണെങ്കിലും ഞാൻ ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മകളെ പറയുമ്പം ഏതൊരമ്മയും പ്രതികരിക്കും. അതുപോലെ ഞാനും പ്രതികരിച്ചിരുന്നു. കാരണം എന്നെ പറഞ്ഞാൽ ഞാൻ പിന്നെ സൈലൻ്റ് ആവും. മക്കളെ ഇങ്ങനത്തെ ഒരു രീതിയിൽ പറയുമ്പം അവരാണേലും പ്രതികരിക്കില്ലേ? അങ്ങനെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ അവരെ ദ്രോഹിച്ചതായിട്ടൊന്നും എനിക്കറിയില്ല. ഈ നമ്മുടെ ഏറ്റുമാനൂർ SHO പറയുന്നു ഞാൻ അവരെ എന്തൊക്കെയോ ചെയ്തു എടുത്തു എന്നൊന്നും എൻ്റെ അറിവിലില്ല. അവിടെ CC ക്യാമറയുണ്ട്. തൻ്റെ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയതെല്ലാം ഭർത്താവിൻ്റെ സഹോദരിമാരും ചേർന്ന് തട്ടിയെടുത്തു എന്നാണ് ഈ വീട്ടമ്മ പരാതി പറയുന്നത്. 2 പെൺമക്കളുമായി ജീവിക്കാൻ ഏറെ ആഗ്രഹമുള്ളതുകൊണ്ട് അവരുടെ ദുരിതാനുഭവം ഇപ്പോൾ പൊതുസമൂഹത്തിന് മുൻപിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഇനിയും പോലീസിൻ്റെയും കോടതിയുടെയും ഒക്കെ സംരക്ഷണമാണ് ഇവർക്ക് ആവശ്യം. ഷൈനിയുടെയും 2 പെൺമക്കളുടെയും മരണം സംഭവിച്ചപ്പോൾ അവരെ ആ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഷൈനിയെപ്പോലെ 2 പെൺമക്കളെ പോലെ ആകരുത് ഈ ഏറ്റുമാനൂരിലെ ഈ വീട്ടമ്മയുടെ ജീവിതം. നിയമത്തിൻ്റെ കടുത്ത പരിരക്ഷ അവർക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.